ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പിലായതെന്ന് തുറമുഖ മന്ത്രി വി.എൻ. വാസവൻ. എല്ലാ പ്രതിസന്ധികളെയും സമരങ്ങളെയും സർക്കാർ മറികടന്നു. LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞത് ശരിയായെന്നും മന്ത്രി സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഈ തുറമുഖം ഈ പൂർണ്ണതയിലേക്ക് എത്താൻ ഇടവന്നത് എന്ന് എടുത്തു പറയുകയാണ്. ആ നിലയിൽ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ അതിനെല്ലാം മറികടന്ന് വലിയ പ്രക്ഷോഭ സമരങ്ങളെയും മറികടന്നാണ് ഈ പ്രോജക്റ്റ് അതിൻ്റെ ഫസ്റ്റ് ഫേസ് ജൂലൈ നമുക്ക് ട്രയൽ റണ്ണിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഈ നാട്ടിലെ ജനങ്ങളെ ഒപ്പം ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഈ തുറമുഖം. LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് അർത്ഥപൂർണമാകുന്നു. നന്ദി, നമസ്കാരം. I heartily welcome respected Gautam Adani, our partner. Welcome on behalf of the reception committee. വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ രാഷ്ട്രീയം പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യമന്ത്രിയും ശശി തരൂരും ഇന്ത്യ സഖ്യത്തിന്റെ വലിയ നേതാക്കളാണ്. ഉദ്ഘാടന വേദി ഇന്ത്യ സഖ്യത്തിലെ പലരുടെയും ഉറക്കം കെടുത്തും. മുഖ്യമന്ത്രിയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു മോദിയുടെ പരാമർശം. വാസവന്റെ പ്രസംഗവും മോദി ആയുധമാക്കി. കമ്മ്യൂണിസ്റ്റ് മന്ത്രി അദാനി തങ്ങളുടെ പങ്കാളിയാണെന്ന് പറയുന്നുവെന്ന്, അതാണ് മാറ്റമെന്നും മോദി പറഞ്ഞു. മോദിയുടെ രാഷ്ട്രീയ പ്രസ്താവന പരിഭാഷകൻ പരിഭാഷപ്പെടുത്തിയില്ല. हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा, आप तो इंडिया अलायंस के बहुत बड़े मजबूत पिलर है. यहां शशि थरूर भी बैठे हैं और आज का ये इवेंट कई लोगों की नींद हराम कर देगा. നമ്മുടെ എയർലൈൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആവശ്യമായ ശ്രദ്ധ നൽകണം. He could not. वाल मैसेज चला गया जहां जा रहा था. जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे तो उन्होंने कहा, अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर ये बदलता हुआ भारत है. സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാതിരുന്നത് മനഃപൂർവ്വമായിരുന്നോ? മോദി ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണല്ലോ അല്ലേ? ധന്യ, ഈ ഏതാണ്ട് 3/4 മണിക്കൂറിലധികം ഈ നീണ്ടുനിന്ന പ്രസംഗത്തിൽ വളരെ രസകരമായ രീതിയിലാണ് അദ്ദേഹം രാഷ്ട്രീയം അവതരിപ്പിച്ചത്. ഈ മുഖ്യമന്ത്രിയോടൊരു കാര്യം പറയാനുണ്ട് എന്ന തരത്തിൽ അദ്ദേഹം പറയുകയും, ഈ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന നേതാവാണല്ലോ മുഖ്യമന്ത്രി, ശശി തരൂരും ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്, പക്ഷേ ഈ ഉദ്ഘാടന വേദി ചിലരുടെ ഉറക്കം കെടുത്തും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ അദാനിയും മോദിയും തമ്മിലുള്ള ചങ്ങാത്തത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ തലത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ വലിയ വിമർശനം ഉന്നയിക്കുന്നതാണ്. അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അത് ഈ മുഖ്യമന്ത്രിക്ക് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാതിരിക്കുകയും അദ്ദേഹം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായി സംസാരിക്കുകയും ചെയ്തു. അപ്പോഴാണ് പിന്നീട് അദ്ദേഹം തിരിഞ്ഞു നിന്ന് ഈ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയോട് എന്തോ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ഇടയ്ക്കാണ് അദ്ദേഹം ഈ ഇന്ത്യ സഖ്യത്തിന് ചിലർക്ക് ഈ വേദി വലിയ അസ്വസ്ഥത ഉണ്ടാക്കും എന്ന് പറഞ്ഞത്. അതായത് ഈ പ്രധാനമന്ത്രിയും ഈ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന നേതാവ് ആയ മുഖ്യമന്ത്രി പിണറായി വിജയനും ശശി തരൂർ അടക്കമുള്ള MP അടക്കമുള്ള ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കളും എല്ലാം ഒരു വേദിയിൽ ഇരിക്കുന്നത് ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുമെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിനകത്ത് ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഈ പ്രധാനപ്പെട്ട 2 കക്ഷികളാണ് ഈ കോൺഗ്രസും CPM-ഉം. അവരും ഇതിൽ ഈ വിഴിഞ്ഞത്തെ ചൊല്ലി ചില തർക്കങ്ങളും ഉണ്ട്. നമുക്കറിയാം ഈ പ്രതിപക്ഷ നേതാവ് ഇതിൽ നിന്ന് വിട്ടുനിന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഈ ട്രാൻസ്ലേറ്റർക്ക് ഇത് കൃത്യമായി മനസ്സിലായോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തം
വ്യക്തമല്ല. അതോടൊപ്പം അദ്ദേഹം ഈ പ്രസംഗത്തിൽ ഈ വാസവൻ മലയാളത്തിലാണ് ഈ പ്രസംഗിച്ചത്. പൂർണ്ണമായും തന്നെ അദ്ദേഹം ഈ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നത് മാത്രമാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. പക്ഷേ ഈ അദാനി എത്രത്തോളം ഈ തുറമുഖ നിർമ്മാണത്തിൽ പങ്കുവഹിച്ചു, അദാനി എത്രത്തോളം സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ ഞങ്ങളുടെ പങ്കാളിയാണ് അദാനി എന്ന് പറഞ്ഞതിനെ അദ്ദേഹം ആയുധമാക്കുകയാണ് ഉണ്ടായത്. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ മന്ത്രി തന്നെ ഈ അദാനി ഞങ്ങളുടെ പങ്കാളിയാണ് എന്ന് പറഞ്ഞു. അത് വലിയ മാറ്റമാണ് എന്നുള്ളതാണ് ഈ പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത്. വളരെ രസകരമായ രീതിയിൽ അദ്ദേഹം രാഷ്ട്രീയം അവതരിപ്പിച്ച് ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്.